കേബിളുകൾ മുറിച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് KCBക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. നാദാപുരം KCB ഓഫീസിലേക്ക് സിഒയുടെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്. ഈ തുകകൾ നാളെ ലൈനിൽ നിന്ന് സർവീസ് കൊടുത്ത് തിരിച്ചു വാങ്ങുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ ഓപ്പറേറ്റർമാരുടെ ഉപജീവന മാർഗം പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിൽ പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് നടുവണ്ണൂരിലെയായിട്ടുള്ള അശ്വിൻ ഇന്നലെ പെരുമാറിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള KCB ഉദ്യോഗസ്ഥന്മാരെ സമരങ്ങളിലൂടെയും നിയമ നടപടികളിലൂടെയും ഈ ബഷീറിന്റെയും അശ്വിന്റെയും പേരിൽ നമ്മൾ നിയമ നടപടി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചെയർമാൻ, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നമ്മളിവിടെ സമരം നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സംസ്ഥാന നേതാക്കൾ നേരിട്ട് കണ്ട് ചെയർമാനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഈ അശ്വിന്റെയും ബഷീറിന്റെയും പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി ലെറ്ററുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വക്കീലിനെ വെച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഇതിനുള്ള നഷ്ടപരിഹാരം ഈ അശ്വിന്റെയും ബഷീറിന്റെയും കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന രീതിയിൽ ഞങ്ങൾ പോസ്റ്റിന്റെ പൈസ അടച്ചു കഴിഞ്ഞു. ഇന്നലെ നടുവണ്ണൂര് 2-3 ഓപ്പറേറ്റർമാർ അടക്കാനുണ്ടായിരുന്ന തുകകൾ അവരടച്ച് പൂർണ്ണമായി അടച്ചു കഴിഞ്ഞു. ഇവർക്ക് ഒന്ന് നഷ്ടം കൊടുക്കോ? ഈ ഓപ്പറേറ്റർമാർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം KCB കൊടുക്കോ? അതേപോലെ തന്നെ ഈ വരിക്കാർക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ KCB പരിഹരിച്ചു കൊടുക്കോ? വരും ദിവസങ്ങളിൽ KCB ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയാൽ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഞങ്ങൾ ഇന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുഴുവൻ സാമൂഹിക രംഗത്തെയും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെയും അതേപോലെ ഞങ്ങളുടെ വരിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ കരാവോ ചെയ്യുന്ന രീതിയിലേക്ക് തുടർ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനും ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഇത്രയും കാലം വളരെ നല്ല രീതിയിൽ നമ്മളുമായിട്ട് സഹകരിച്ചു പോയ നാദാപുരം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൂടെ കളമുഖം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ നടുവണ്ണൂരെയുടെയും നാദാപുരത്ത് ഓവർസിയറായ ബഷീറിന്റെയും കഴിഞ്ഞ ദിവസത്തെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇത്തരം ആളുകളെ തിരുത്താനും അത്തരം ആളുകളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും ഉൾപ്പെടെയുള്ള നടപടികൾ ഉത്തരവാദപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തു പോകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ബഹുമാനപ്പെട്ട ഉൾപ്പെടെയുള്ള ആളുകളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്തായാലും മറ്റാളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പരിപാടി ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായ KP സത്യനാഥനാണ്. സത്യനാഥനെ ആദ്യമായി ഈ ഒരു സമര പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശ്രീ M മൻസൂറിനെ ഹൃദയപൂർവ്വം ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള PP അഫ്സൽ, ജയദേവ്, മറ്റ് കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ, കോഴിക്കോട് ജില്ലയിലെ മറ്റ് കേബിൾ TV ഓപ്പറേറ്റർമാർ മുഴുവൻ ആളുകളെയും ഈ ഒരു സമര പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് മൈക്ക് കൈമാറുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ M മൻസൂർ അവർകൾ ഈ പ്രതിഷേധമായി സംബന്ധിച്ച ജില്ലാ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ, വേദിയിലുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ ജയദേവ്, ശ്രീ അഫ്സൽ, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള സുധീഷ് കുമാർ, മറ്റ് ഈ ജില്ലയിലെ ഈ നാദാപുരം ഡിവിഷന് കീഴിൽ കേബിൾ TV സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കേബിൾ TV ഓപ്പറേറ്റർമാർ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അനിവാര്യമായ ഒരു സമരത്തിലേക്ക് ഇന്നലെ നമ്മളെ എടുത്തു ചാടിച്ചതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഈ നാദാപുരം ഡിവിഷൻ KCB ഉദ്യോഗസ്ഥർക്കാണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയാൻ. ഈ പ്രദേശത്ത്, ഈ നാട്ടിൽ കേബിൾ TV എന്ന തൊഴിൽ മേഖലയിൽ പണിയെടുത്തുകൊണ്ട് സ്വയം തൊഴിൽ സംരംഭകരായി അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നു വരികയും മറ്റ് യാതൊരു തരത്തിലുള്ള പിൻബലവും സാമ്പത്തികവും അല്ലാതെയുമൊക്കെയുള്ള പിൻബലവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ യാതൊരു തരത്തിലുള്ള പിൻബലവും ലഭിക്കാതെ പൊതുജനങ്ങൾക്ക് സേവനം ചെയ്തു വരുന്ന ഒരു സമൂഹമാണ് കേബിൾ TV ഓപ്പറേറ്റർമാർ. അവരോടൊപ്പം ജീവിക്കുന്ന നൂറുകണക്കായ കുടുംബങ്ങളുടെയും അതുപോലെ തന്നെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും ജീവിക്കാനുള്ള അവകാശത്തെ ചെയ്യുന്ന രീതിയിൽ അവരുടെ മനുഷ്യാവകാശം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്നലെ
നാദാപുരം ഡിവിഷന് കീഴിലുള്ള ഏതാനും ചില KSEB ഉദ്യോഗസ്ഥന്മാർ പട്ടാപ്പകൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഇവിടെയുള്ള പൊതുസമൂഹത്തിന്റെയും ജനസമൂഹത്തിന്റെയും കടമയാണ് എന്നുള്ളത് തന്നെയാണ് ഈ സമരവേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, നടുവണ്ണൂർ ഡിവിഷൻ നടുവണ്ണൂർ സെക്ഷന്റെ കീഴിലുള്ള അശ്വിൻ എന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഗുണ്ടായിസം നമ്മൾ നേരിട്ട് കണ്ടതാണ്, നേരിട്ട് അനുഭവിച്ചതാണ്. നമ്മളെപ്പോലുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് വളരെ നാമമാത്രമായ തുക കുടിശ്ശികൊണ്ടായിരുന്ന അവസരത്തിൽ കേബിൾ കട്ട് ചെയ്യും എന്നാവശ്യപ്പെട്ട് യാതൊരു മുന്നറിയിപ്പ് നോട്ടീസുകളും കാര്യങ്ങളും ഒന്നും തന്നെ നൽകാതെ കേബിൾ കട്ട് ചെയ്യാൻ വേണ്ടി രംഗത്തിറങ്ങിയപ്പോൾ നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ചു. 1 മണിക്കൂറിനകം നിങ്ങളുടെ പണം അടച്ച് അതിന്റെ ബില്ല് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ സമയം തരണം എന്ന പറഞ്ഞ അവസരത്തിൽ അദ്ദേഹം അത് നിഷേധിച്ചു. ഒരു കാരണവശാലും തരാൻ അനുവദിക്കില്ല. നിങ്ങളിപ്പോൾ പണമടച്ചോ, ഓരോ മിനിറ്റും നിങ്ങൾക്ക് വൈകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഓരോ പോസ്റ്റിലും കേബിൾ മുറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത്ര ധിക്കാരപരമായ രീതിയിലാണ് നാദാപുരത്തിന് കീഴിലുള്ള ഏതാനും KSEB ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതൊരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നിർവാഹമില്ല. ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധവും ഇതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികളും നിയമപരിപാടികളുമായി ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ നമ്മുടെ സംഘടന തയ്യാറായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ധാരാളം ആളുകൾ ഈ അവസരത്തിൽ സംസാരിച്ച് പോകുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ നാദാപുരം ഡിവിഷൻ ഓഫീസ് മാർച്ചും അതുപോലെ തന്നെ ഈ ധർണാ സമരവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ശ്രീ M. മൻസൂർ അവർകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അധ്യക്ഷൻ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അഫ്സൽ ജയദേവ്, ജില്ലയുടെ മറ്റ് പ്രധാനപ്പെട്ട ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഓപ്പറേറ്റർമാരെ, നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അടിയന്തരമായിട്ടുള്ള സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്ന സാഹചര്യം വളരെ വിശദമായി നമ്മുടെ ജില്ലാ സെക്രട്ടറി നമ്മളെ മുന്നിൽ വിശദീകരിച്ചു. KSEBയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരാട്ടം നമ്മുടെ കേബിൾ TV ആരംഭിച്ചത് മുതൽക്കുള്ള ചരിത്രം നമുക്ക് പറയാനുണ്ട്. ആ ഒരു പോരാട്ട കാലയളവിനുള്ളിൽ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നിയമ പോരാട്ടങ്ങൾ നമുക്കറിയാം. ഇതിന്റെ ഒരു സാഹചര്യം നമുക്ക് വളരെ നേരത്തെ തന്നെ അറിയാം. കേരളത്തിൽ ആദ്യമായിട്ട് KSEBയുടെ പോൾ അനുവദിക്കുന്നത് കുത്തക കമ്പനിയായിട്ടുള്ള ACVക്കാണ്. 90കളിലാണ് അത് കൊടുക്കുന്നത്. അന്ന് 1 രൂപ നിരക്ക് വെച്ചാണ് കൊടുത്തത്. അപ്പോഴും സാധാരണക്കാരനായിട്ടുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഓരോ പ്രദേശങ്ങളിലും ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റ് അനുവദിച്ചിരുന്നില്ല. നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് KSEBയുടെ സാധാരണക്കാരനായിട്ടുള്ള ഓപ്പറേറ്റർമാർക്കും ഉപയോഗിക്കുന്നതിനുള്ള അനുമതി കോടതിയിലൂടെയാണ് നേടിയെടുത്തിട്ടുള്ളത്.
ഇങ്ങനെ നേടിയെടുത്തിട്ട് ഇന്ന് വരെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസം 17-ാം തീയതി മുതൽക്ക് 4 ദിവസത്തെ സത്യാഗ്രഹ സമരം നമ്മൾ നിയമസഭയ്ക്ക് മുന്നിൽ തീരുമാനിച്ചതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മൾ മാർച്ച് മാസം 13-ാം തീയതി മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഒരു ഡിസ്കഷൻ വെച്ചിരുന്നു. പക്ഷെ 12-ാം തീയതി മുഖ്യമന്ത്രി അടിയന്തരമായി ഡൽഹിക്ക് പോകുന്നതിന്റെ ഭാഗമായി ആ ഡിസ്കഷൻ മാറ്റിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ PA നമ്മൾ സംസാരിച്ചു. 17-ാം തീയതി നിങ്ങൾ ആരംഭിക്കുന്ന സമരം മുഖ്യമന്ത്രിയുടെ ചർച്ച കഴിയുന്നതുവരെ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ നല്ല സമീപനത്തോടുകൂടി ഭരണാധികാരികളെ ഈ സംഘടനയെ കാണുന്നത് ഇവിടുത്തെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിലവാരമല്ല. ആ നിലയ്ക്ക് ഡിസ്കഷന് വേണ്ടി നിങ്ങൾ തയ്യാറാവണം, അതുവരെ നിങ്ങളുടെ സമരം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 17-ാം തീയതി മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന റിലേ സത്യാഗ്രഹം മാറ്റിവെച്ചു. അതിനുശേഷം നമ്മൾ ഡിസ്കഷൻ നടന്നു. മാർച്ച് 18-ാം തീയതി നിയമസഭയിലെ സബ്മിഷൻ കൊണ്ടുവന്നു. ഗവൺമെന്റ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. ഇപ്പോൾ ബോർഡിന് ഗവൺമെന്റിൽ കത്ത് നൽകിയിട്ടുണ്ട്. എന്താ കത്ത്? കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള റൈറ്റ് ഓഫ് ടെലികോം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നടപ്പാക്കിയിട്ടുള്ള റൈറ്റ് ഓഫ് വേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് എവിടെയും 100 രൂപയ്ക്ക് പോസ്റ്റ് വാടക ഈടാക്കുന്നതിനാവശ്യമായുള്ള നടപടി ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കത്ത് നൽകിയിരിക്കുകയാണ്. ബോർഡ് ആലോചിക്കാൻ വേണ്ടി പോവുകയാണ്. എന്താ സ്ഥിതി? ഞങ്ങൾ ഈ കേബിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ ഓപ്പറേറ്റർമാരുടെ ആ പ്രയാസങ്ങള് കേരളത്തിനകത്തുള്ള പൊതുസമൂഹം, കേരളത്തിനകത്തുള്ള ഭരണാധികാരികൾ മനസ്സിലാക്കിയിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. എന്നിട്ടും KSUയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സമീപനമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന പീരീഡിലാണ് നമ്മളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഇതിനകത്ത് റൈറ്റ് കുറച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. എന്നാൽ ബോർഡ് വീണ്ടും അത് പുനഃപരിശോധിച്ചിട്ട് അതിനകത്തൊക്കെ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുകയാണ്. എന്താ അതിനകത്തുള്ള മാറ്റം? ബ്രോഡ്ബാൻഡ് നൽകുന്നവർക്കൊരു ചാർജ്, ഡിജിറ്റൽ നൽകുന്നവർക്കൊരു ചാർജ്, ആ രീതിയിലേക്ക് ചാർജ് നിശ്ചയിക്കുന്ന രീതിയാണ്. ഓരോ പോസ്റ്റിൽ കൂടി ഒന്നിൽ കൂടുതൽ കേബിൾ പോയാൽ ഓരോ കേബിളിനും വ്യത്യസ്തമായിട്ടുള്ള വാടക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ, ഈ ജിയോ, എയർടെൽ പോലുള്ള കമ്പനികൾ, ഈ കമ്പനികളൊക്കെ മൊത്തത്തിൽ പോസ്റ്റ് വാടകയ്ക്കെടുത്തിരിക്കുകയാണ്. അവരുടെ ഒരു ലൈൻ, ഒരു ഫൈബർ എന്ന് പറയുന്നത് ആ ഒരൊറ്റ വയറിലൂടെ 125-126 ഫൈബർ ലൈൻ കടന്നു പോവുകയാണ്. ഒരൊറ്റ കേബിളിലൂടെ നമ്മളെ പാവപ്പെട്ട സാധാരണക്കാരനായിട്ടുള്ള കേബിൾ ഓപ്പറേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു കേബിളിലൂടെ 2 ലെയർ വാങ്ങാനേ അവർക്ക് സാമ്പത്തിക ശേഷിയുള്ളൂ. ആ നിലയ്ക്ക് 2 ലെയറും 4 ലെയറും മാത്രം ഉപയോഗിച്ച് 1, 2, 3 ചിലപ്പോൾ ഫൈബർ കെട്ടിയിട്ടുണ്ടാകും. അപ്പം ഇത്തരത്തിലുള്ള വൻകിട കുത്തക കമ്പനികൾ ഒരൊറ്റ വയർ കെട്ടിയിട്ട് ആ വയറിന്റെ അകത്ത് കൂടി 100-ലധികം ലെയറുകൾ കടന്നു പോകുമ്പോൾ അതിന് കൊടുക്കുന്ന വാടക, ഒരു വാടക. ഈ പറയുന്ന 2 ലെയർ മാത്രം കടന്നു പോകുന്ന സാധാരണക്കാരനായിട്ടുള്ള കേബിൾ ഓപ്പറേറ്ററുടെ വയറിലൂടെ കടന്നു പോകുമ്പോൾ അത്തരത്തിൽ 1, 2 വയർ കെട്ടിപ്പോയാൽ ഓരോ വയറിനും അഡീഷണൽ ചാർജ് വരണമെന്നുള്ള നിരക്ക് മനുഷ്യപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള രീതികൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ പരിശോധിക്കുക, ഓരോ നാട്ടിലുണ്ടെയും കേബിൾ ഓപ്പറേറ്റർമാർ ഇത്തരത്തിലുള്ള കുത്തകക്കാരൻ അതുപോലെയുള്ള ഉയർന്ന നിലവാരത്തിലാണ് അവർ ജീവിക്കുന്നത്. മിക്കവാറും ഒരുപാട് ഓപ്പറേറ്റർമാർ ഇപ്പോഴും കടത്തിലാണ്. ഈ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കെട്ടുതാലി പോലും പണയപ്പെടുത്തി ബഹുഭൂരിപക്ഷം ഓപ്പറേറ്റർമാരും ബാങ്കിൽ കടക്കണിയിൽപ്പെട്ടിരിക്കുന്നവരാണ്. സ്വന്തം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി, ഒരു ജീവിതം പുലർത്താൻ വേണ്ടി സ്വയം തൊഴിലെന്നുള്ള നിലയ്ക്ക് ഈ മേഖലയിലേക്ക് കടന്നു വന്നവരാണ്. ഈ മേഖലയിലേക്ക് സ്വയം തൊഴിലിന് വേണ്ടി കടന്നു വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഭരണാധികാരികൾ ആ നിലക്ക് അത് പഠിക്കാനും അതിനനുസൃതമായുള്ള കാര്യങ്ങൾ ചെയ്യാനും അത്
തീരുമാനങ്ങളെടുക്കാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്നത് സ്വാഗതാർഹമാണ്. എന്നാൽ ഈ ബോർഡിനകത്ത് അതുപോലെ ഇത്തരത്തിലുള്ള ഈ ജീവനക്കാർ ഇവരങ്ങ് വലിയ ആളുകളാവുകയാണ്. ഇവിടെ നിങ്ങൾ കാണേണ്ടത് കോഴിക്കോട് ജില്ലയിൽ ഈ സംഘടനകളുടെ മുൻകൈയെടുത്തുകൊണ്ട് അടപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോ ഓപ്പറേറ്ററും കൃത്യമായി പണമടച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഒരു പോയിന്റിൽ നിന്ന് പണം വാങ്ങിച്ച് കൃത്യമായിട്ട് ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുപ്പില്ലേ? ബഹുമാനപ്പെട്ട കോഴിക്കോട് ഈ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞു. എല്ലാ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളായിട്ടുള്ള ചർച്ച നടന്നു. താഴോട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സിനൊക്കെ കണ്ടു. അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് കോഴിക്കോട് ജില്ലയിലെ. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ പണി പകുതി തുറക്കുകയാണ്. ഇതെല്ലാം ഒരുമിച്ച് ഈ സംഘടന മുൻകൈയെടുത്തുകൊണ്ട് എല്ലാ മാസവും കൃത്യമായി KSEB ഓഫീസിൽ അടക്കുന്നതിന് വേണ്ടി ഇവരുടെ കൃത്യമായിട്ട് അവരുടെ അടുത്തുനിന്ന് മാസം പ്രതിമാസം ഒരു ബോക്സിൽ പൈസ പിടിച്ചുകൊണ്ട് ആ പൈസ കൃത്യമായിട്ട് KSEBക്ക് അടപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കാനുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചു. ഓരോരുത്തരും ആ രീതിയിൽ അതിനകത്തുള്ള ഫോമൊക്കെ ഡാറ്റ പൂരിപ്പിച്ച് നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ നൽകി അത്തരത്തിലുള്ള നടപടി എടുക്കുമ്പോൾ അതിനെ കടിഞ്ഞാൻ വെക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്? വളരെ ഗൗരവമായി പരിശോധിക്കണം. സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള ആളുകളുടെ പേര് ചേർത്ത് നേരിട്ട് അവരുടെ പേരിൽ കേസ് കൊടുക്കണമെന്നാണ് സംഘടന ഇന്ന് രാവിലെ ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ എറണാകുളത്താണ് ഞങ്ങളുടെ കമ്പനിയും ഞങ്ങളുടെ ഹെഡ് ഓഫീസൊക്കെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിനകത്ത് ഈ കോഴിക്കോട് ജില്ലയില് ഇന്നലെ ഇന്റർനെറ്റ് കട്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഉപഭോക്താക്കളെ സംബന്ധിച്ച വീടുകളിലും ഇന്നലെ അവരുടെ വിനോദം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉത്തരവാദി ആരാണ്? തീർച്ചയായിട്ടും ഇത് പരിശോധിക്കണം. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ അഭിമുഖം നിങ്ങൾക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഞങ്ങളുടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ലീഡേഴ്സ് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ അടുത്ത് കൃത്യമായിട്ട് വരുന്നതും ഈ കാര്യങ്ങൾ തുറന്ന് ഡിസ്കഷന് വിധേയമാക്കുന്നതുമല്ലേ? എന്നാൽ അതിനപ്പുറത്തേക്ക് പോയിക്കൊണ്ട് ഇത് ഈടാക്കുന്നതിനുള്ള നടപടിയെടുക്കുക. വലിയ പണമാണ് നിങ്ങൾ ഈ KSEBയുടെ ബോർഡിന്റെ ഭാഗത്തുനിന്ന് നമ്മളുടെ ഓപ്പറേറ്റർമാരെടുത്ത് വാങ്ങിക്കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ പറയുന്ന ജിയോ ആയാലും എയർടെൽ ആയാലും അവരുപയോഗിക്കുന്ന 100% കോളുകൾക്ക് റെന്റ് നൽകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം. എന്നാൽ ഞങ്ങളുടെ താഴെക്കടയിലുള്ള ഓപ്പറേറ്റർമാരുടെ ഓരോ പോസ്റ്റും എണ്ണി ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് കുളത്തി അവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ പോസ്റ്റിന് ആ പോസ്റ്റുകൾ അടക്കം എണ്ണുന്ന സ്ഥിതി ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ അതിനകത്ത് ഈ രീതിയിൽ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിത സാഹചര്യവും ഇത്തരത്തിലുള്ള ഈ ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായി ഇതിനെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടി ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ ഇതിനെ കാണണമെന്നും ഞങ്ങളുമായിട്ട് അത്തരത്തിലുള്ള സംവാദങ്ങൾ ആശയങ്ങൾ പങ്കുവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതൊരു ഒറ്റ കേന്ദ്രത്തിൽ നിന്ന് ഈ പണം കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ കളക്ട് ചെയ്തുകൊണ്ട് അത് KSEBക്ക് അടക്കുന്നതിനാവശ്യമുള്ള നടപടിയുമായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് KSEBയുടെ അധികാരികൾക്ക് അറിയാവുന്നതുമാണ്. ഏതായാലും ഇങ്ങനെ ഒരു മാർച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് ഏപ്രിൽ ഇന്നലെ 10 ആയിട്ടേ ഉള്ളൂ. ഈ ഏപ്രിൽ 10 ആകുമ്പോഴത്തേക്കും കേബിളുകൾ മുറിച്ചു മാറ്റുന്ന നടപടിയിലേക്ക് പോകാൻ പറഞ്ഞാൽ അത് വളരെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനു മുന്നേ കുടിശ്ശിക ഉണ്ടായിട്ട് അടച്ചിട്ടില്ലേ? നിങ്ങൾ പരിശോധിക്കുക. ഈ ഓപ്പറേറ്റർമാര് ഈ ഇന്നും ഇന്നലെയും തുടങ്ങിയവരല്ലത്. ഇവർ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇൻഡസ്ട്രിക്കകത്ത് പോസ്റ്റിന്റെ വാടക അടച്ചു പോകുന്നവരല്ലേ? അങ്ങനെ കൃത്യമായി അടക്കാണ്ട് കഴിഞ്ഞ ഓരോ മാർച്ച് മാസവും നമ്മളെ കബളിപ്പിച്ച് ആ കൊല്ലമൊന്നും പൈസ അടക്കാണ്ട് പോകുന്നവരാണോ ഇവര്? പരിശോധിക്കും. നിങ്ങൾ ഒരു മാസം ചിലപ്പോൾ പ്രയാസം കൊണ്ട് മാർച്ച് മാസം ബാങ്കുകാർ പോലും ചെയ്യാത്ത ചില പരിപാടികൾ. ബാങ്കിന് മാർച്ച് മാസം കുടിശ്ശിക തീർക്കുന്നില്ലെങ്കിൽ ആ രീതിയിൽ ഇടപെടും. അതിനേക്കാളും വലിയ നടപടി
അപ്പൊ ഇത്തരത്തിലുള്ള നടപടി എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാര് അത് മാറ്റണം, അത്തരത്തിലുള്ള സമീപനം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു സൂചന സമരമാണ്. ഈ സമരം ഞങ്ങൾ മറ്റു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ആലോചിക്കും. തീർച്ചയായിട്ടും അനുഭവപൂർവമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ടവരെത്തണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ സമരവുമായി എനിക്ക് പറയാനുള്ളത്. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യം. കേരള വിഷൻ ഓപ്പറേറ്റർമാരുടെ കേബിളുകൾ മുറിച്ച KCB നടപടിക്കെതിരെയുള്ള പ്രതിഷേധ മാർച്ചാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാദാപുരം KCB ഓഫീസിലേക്കാണ് COA മാർച്ച് നടത്തിയിരിക്കുന്നത്.